ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയാഘാതം വന്ന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഡൻ ഡെത്ത്. സോ അതിൽ മൈൽഡ് കാർഡിയക് എക്സസൈസുകൾ അല്ല തലകുത്തി മറിഞ്ഞുള്ള കാർഡിയക് എക്സസൈസസ് അല്ല പ്ലാൻ ചെയ്യേണ്ടത്. അതിനൊക്കെ ട്രെയിനിങ് ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസായിട്ട് ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചെടുക്കുക ചെയ്യുക. സോ അതും ഗ്രാജ്വലി കൂട്ടിക്കൂട്ടി വന്ന് ചെറുതായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ വാല്യൂ ചെയ്തിട്ടുള്ള ആളാണെന്നനുസരിച്ചാണ് നിങ്ങളുടെ എക്സസൈസ് ടോളറൻസ്. സോ അതനുസരിച്ച് വളരെ പ്ലാൻഡ് ആയിട്ട് കാർഡിയക് എക്സസൈസ് ചെയ്യണം. ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ചെയ്തവർ പോലും റെഗുലറായിട്ട് കാർഡിയക് എക്സസൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും അതിനേക്കാൾ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകും നിങ്ങൾ. ഒപ്പം ഹൃദയം ഏറ്റവും കൂടുതൽ ജോലി ബുദ്ധിമുട്ട് ചെയ്യുന്നത് തലച്ചോറിലേക്കും കയ്യിലേക്കും കാലിലേക്കും രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ കയ്യിലേക്കും കാലിലേക്കും രക്തോട്ടം കൂട്ടുമ്പോൾ തന്നെ അതിനുള്ള പ്രത്യേക വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ എത്ര ജോലി ഭാരം കുറയുന്ന ആലോചിച്ച് നമുക്ക്. ഒരു മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് കുറച്ചാൽ കിട്ടുന്ന ഗുണമല്ലേ ഇവിടെ സംഭവിക്കുന്നത്. സോ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അവിടെ എപ്പോഴും മസിൽ ടോണിങ് കറക്റ്റ് അല്ല എങ്കിൽ മസിൽ ടൈറ്റ് ആയാലും പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുന്നു തുടങ്ങണം. സോ വളരെ പ്ലാൻഡ് ആയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്, ഈ പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്.